ഹായ്, ഈ വീഡിയോയിൽ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററാണ്. ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിൻറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിനകത്ത് സ്ട്രക്ചർ എന്താണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രക്ചർ നമ്മൾ കഴിഞ്ഞ വർഷം അറേ പഠിച്ചിട്ടുണ്ട്. C++ പ്രോഗ്രാമിങ്ങിൻ്റെ സൈഡിൽ അറേ എന്താണെന്ന് പഠിച്ചു. അറേ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പാണ്. ആ ഡിറൈവ്ഡ് ഡാറ്റ ടൈപ്പിൽ നമുക്ക് സെയിം ടൈപ്പ് ഡാറ്റ മാത്രമേ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇൻറ്റിജർ ടൈപ്പ് ആണെങ്കിൽ ഇൻറ്റിജർ വാല്യൂസ് മാത്രമേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ക്യാരക്ടർ ടൈപ്പ് ആണെങ്കിൽ നമുക്ക് ക്യാരക്ടർ ഡാറ്റ മാത്രമേ നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലോട്ട് ടൈപ്പ് ആണെങ്കിൽ ഫ്ലോട്ടിംഗ് ടൈപ്പ് ഡാറ്റ മാത്രമേ നമുക്ക് അതിനകത്ത് സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മളിവിടെ പഠിക്കുന്നത് എന്താണ് സ്ട്രക്ചർ, സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷൻ, എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നത്, എങ്ങനെയാണ് അതിനകത്ത് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത്, എന്താണ് മെമ്മറി അലോക്കേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിലെങ്ങനെയാണ് വാല്യൂസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, എങ്ങനെയാണ് അന്ന് വാല്യൂസ് ആക്സസ് ചെയ്യുന്നത്, നെസ്റ്റഡ് സ്ട്രക്ചർ എന്താണ്, അതുപോലെ തന്നെ അറേയും സ്ട്രക്ചറും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം എന്താണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞു അറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെയിം ടൈപ്പ് ഡാറ്റയാണ് നമ്മൾ സേവ് ചെയ്യുന്നുണ്ടെങ്കിൽ, സ്ട്രക്ചർ എന്ന് പറയുകയാണെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റയാണ് നമ്മളതിനകത്ത് സേവ് ചെയ്ത്, സെയിം ടൈപ്പും സേവ് ചെയ്യാൻ പറ്റും, ഡിഫറെൻറ്റ് ടൈപ്പ് ഡാറ്റയും നമുക്ക് സ്ട്രക്ചറിനകത്ത് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പക്ഷേ എന്താണ് ഒരു റിലേഷൻ ഉണ്ടായിരുന്നു ഒരു തമ്മിൽ. അതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. സ്ട്രക്ചർ യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ഓഫ് C++ to represent a collection of logically related data items which may be of different type. ഡിഫറെൻറ്റ് ടൈപ്പുള്ള ലോജിക്കലി റിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ഐറ്റംസിനെ സ്റ്റോർ ചെയ്യാനുള്ള യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പാണ്. യൂസർ ഡിഫൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് യൂസേഴ്സിന് തന്നെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റ ടൈപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്ക് സ്കൂൾ ID കാർഡ്, നമുക്കാർക്കും സ്കൂൾ ID കാർഡ് ഉണ്ട്. അപ്പോൾ സ്കൂൾ ID കാർഡ് നോക്കി കഴിഞ്ഞാൽ നമുക്കതിൽ കാണാം അഡ്മിഷൻ നമ്പർ, നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ്, ബ്ലഡ് ഗ്രൂപ്പ്, ഫോൺ നമ്പർ. അഡ്മിഷൻ നമ്പർ എന്ന് പറയുന്നത് ഒരുവിധവും നമ്പറായിട്ടായിരിക്കും നമുക്ക് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മളതിന് യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത് എന്താണ്? ഇൻറ്റാണ് നമ്മളതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഡാറ്റ ടൈപ്പ്. നെയിം എടുക്കുകയാണെങ്കിൽ നെയിം സ്ട്രിങ് ആണ്, അപ്പോൾ ക്യാരക്ടർ അറിയായിട്ടായിരിക്കും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡേറ്റ് ഓഫ് ബർത്ത് എന്ന് പറയുന്നത് നമുക്ക് സ്ട്രിങ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളത് ഞാൻ നെക്സ്റ്റ് വീഡിയോസിൽ കാണിച്ചു തരാം. ദെൻ അഡ്രസ്സ് സ്ട്രിങ് ടൈപ്പാണ്. ദെൻ ബ്ലഡ് ഗ്രൂപ്പ് സ്ട്രിങ് ആണ്. ഫോൺ നമ്പർ ഇൻറ്റായിട്ടാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ഇൻറ്റ് അല്ല സ്പെഷ്യൽ ക്യാരക്ടേഴ്സൊക്കെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് ക്യാരക്ടർ അറിയായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. ഈ കേസിൽ ഞാൻ ഇൻറ്റ് ഫോൺ നമ്പറായിട്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാന്നുള്ളത് നോക്കാം. സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ട കീവേഡാണ് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ്. നമ്മൾ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ്. സ്ട്രക്റ്റ് സ്പേസ് ഇട്ട് കൊടുക്കുക, സ്ട്രക്ചർ ടാഗ് ഓർ സ്ട്രക്ചർ നെയിം. നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന സ്ട്രക്ചർ നെയിം എന്താണോ ആ സ്ട്രക്ചർ നെയിം അവിടെ എഴുതി കൊടുക്കുക. ആ സ്ട്രക്ചർ നെയിം ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഐഡൻറ്റിഫയേഴ്സിന് ഫോളോ ചെയ്യുന്ന അതേ സെയിം റൂൾസ് തന്നെയാണ് അവിടെ ഫോളോ ചെയ്യേണ്ടത്. അപ്പോൾ സ്ട്രക്റ്റ് സ്പേസ് സ്ട്രക്ചർ നെയിം കൊടുക്കുക, ദെൻ ഓപ്പൺ ബ്രാക്കറ്റ്. അതിനകത്ത് ഏതൊക്കെയാണോ നമുക്ക് വേണ്ട എലമെൻറ്റ്സ്, സ്ട്രക്ചറിനകത്ത് വേണ്ട എലമെൻറ്റ്സ് ഏതൊക്കെയാണ് ആ എലമെൻറ്റ്സിനോട് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഡിക്ലെയർ ചെയ്യുന്നത് വേരിയബിൾ ഡിക്ലറേഷൻ്റെ അതേ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ എന്നുള്ള ഫോമാറ്റ്. ഇവിടെ നോക്കുക, എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും വേരിയബിൾസിനെ ആ ഒരു ഫോമാറ്റിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ 1 സെമിക്കോളൻ, ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ 2 സെമിക്കോളൻ. അങ്ങനെ എത്ര വേരിയബിൾസ് ഉണ്ടോ അത്രയും നമ്മൾ അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ലാസ്റ്റിൽ ക്ലോസിങ് ബ്രാക്കറ്റ് സെമിക്കോളൻ. അപ്പോൾ ഇതാണ് സ്ട്രക്ചറിൻ്റെ സിൻടാക്സ്. എങ്ങനെയാണ് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നുള്ള സിൻടാക്സ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഡേറ്റ് എന്ന് പറയുന്ന എക്സാമ്പിൾ. ഡേറ്റ് എന്ന് പറയുന്ന ഫോമാറ്റ് നമുക്കറിയാം, TDMMYY അങ്ങനെ ഫോമാറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ. അപ്പോൾ നമുക്ക് ഡേറ്റ് വേണം, ഒരു മന്ത് വേണം, ഒരു ഇയർ വേണം. അപ്പോൾ ഇതെല്ലാം ഡേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ഡേറ്റ് നമ്പറാണ്, 1 to 31 നമ്പറാണ്. മന്ത് എന്ന്
മന്ത് എന്ന് പറയുന്നത് 1 to 12 വരുന്നതാണ്. ഇയർ എന്ന് പറയുന്നത് 4 ഡിജിറ്റുള്ള നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് നോക്കുക. ആദ്യം നമ്മൾ എന്ത് എഴുതി? നമ്മുടെ കീവേഡ് എഴുതി. സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ് എഴുതി. സ്പേസ്, സ്ട്രക്ചറിൻ്റെ നെയിം ഞാൻ എന്താ കൊടുക്കുന്നത്? ഡേറ്റ് എന്നാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ ഡേറ്റ് നമുക്ക് അവിടെ എഴുതി കൊടുത്തു. ഇനി എന്ത് ചെയ്തു? ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്യാണ്? ഓരോ ഡാറ്റ, അതായത് ആദ്യം ഡേറ്റ് ഇൻറ്റ് സ്പേസ്, ഞാൻ കൊടുക്കുന്ന വേരിയബിൾ നെയിം DD ആണ്. അപ്പോൾ DD എന്ന് കൊടുത്തു, സെമിക്കോളൻ ഇട്ട് കൊടുത്തു. നെക്സ്റ്റ് ലൈനിൽ എന്ത് ചെയ്തു? ഇൻറ്റ് മന്ത്, ദെൻ ഇൻറ്റ് ഇയർ, ദെൻ ലാസ്റ്റിൽ ബ്രേസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ട് കൊടുത്തു. പിന്നെയാണ് ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. സ്ട്രക്റ്റ് സ്പേസ്, സ്ട്രക്ചറിൻ്റെ പേര് കൊടുത്തു. ഓപ്പൺ ബ്രാക്കറ്റിനകത്ത് എന്തൊക്കെയാണ് എലമെൻറ്റ്സ് ആഡ് ചെയ്യേണ്ടത്, ആ എലമെൻറ്റ്സിൻ്റെ എല്ലാം ഡാറ്റ ടൈപ്പ് വെച്ച് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. ദെൻ ബ്രേസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ട് കൊടുത്തു. ഓക്കെ, അടുത്തൊരു എക്സാമ്പിൾ, അടുത്ത കണ്ട സ്റ്റുഡൻറ്റ് ID. സ്റ്റുഡൻറ്റ് IDയിൽ ഇതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു? സ്ട്രക്റ്റ് പേര് കൊടുത്തു, സ്റ്റുഡൻറ്റ് ID. നമുക്ക് ഇഷ്ടമുള്ള പേര് നമുക്ക് കൊടുക്കാൻ പറ്റും. ഐഡൻറ്റിഫൈസിൻ്റെ റൂൾസ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ദെൻ എന്താണ്? ഓപ്പൺ ബ്രാക്കറ്റ്, ദെൻ അഡ്മിഷൻ നമ്പർ ഞാൻ ഇൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റ് അഡ്മിഷൻ നമ്പർ സെമിക്കോളൻ, ക്യാരക്ടർ നെയിം ഓഫ് 20 സെമിക്കോളൻ, ക്യാരക്ടർ ബ്ലഡ് ഗ്രൂപ്പ് ഓഫ് 10 സെമിക്കോളൻ, ദെൻ ക്യാരക്ടർ അഡ്രസ്സ് 30 സെമിക്കോളൻ, ഇൻറ്റ് PH, ബ്രേസ് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ ഇട്ട് കൊടുത്തു. അപ്പോൾ ഇതിനകത്ത് ഞാൻ ഡേറ്റ് ആഡ് ചെയ്തിട്ടില്ല, അത് നമുക്ക് വരുന്ന സ്ലൈഡുകളിൽ കാണാം എങ്ങനെയാണ് ഡേറ്റ് അതിനോട്ട് ആഡ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന കീവേഡാണ് സ്ട്രക്ചർ എന്ന് പറയുന്ന കീവേഡ്. അതിന് സ്പേസ് ഇട്ട് കൊടുക്കുക, എന്ത് കൊടുക്കുക? സ്ട്രക്ചർ നെയിം കൊടുക്കുക. ഓപ്പൺ ബ്രാക്കറ്റ്, അതിനകത്ത് ഏതൊക്കെയാണ് എലമെൻറ്റ്സ് വേണ്ടത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് വെച്ച് ഡിക്ലെയർ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റിൽ ബ്രേസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിനെയാണ് ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഒരു വേരിയബിൾ ഡിക്ലറേഷൻ? സ്ട്രക്ചർ വേരിയബിൾ എങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ആ സ്ട്രക്ചർ നെയിം നമ്മൾ കൊടുത്ത സ്ട്രക്ചർ നെയിം തന്നെ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയ വേരിയബിൾസ് നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഡേറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു. ആ സ്ട്രക്ചറിന് ഞാൻ ഡേറ്റ് എന്ന് തന്നെ വിളിക്കാതെ എനിക്ക് വേണമെങ്കിൽ വേറെ നെയിമുകൾ അതിന് കൊടുക്കാം. അതിനെയാണ് സ്ട്രക്ചർ വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചർ വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫോമാറ്റാണ് 3 ടൈപ്പ് നമുക്കത് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് സ്ട്രക്റ്റ് സ്പേസ് സ്ട്രക്ചർ നെയിം വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര വേരിയബിൾ ലെൻ സെമിക്കോളൻ. സ്ട്രക്റ്റ് സ്പേസ് സ്ട്രക്ചർ നെയിം വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര എത്ര വേരിയബിൾസ് വേണോ അത്രയും വേരിയബിൾസ് കൊടുക്കുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സ്ട്രക്റ്റ് സ്പേസ് ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ, ഞാൻ നേരത്തെ എഴുതിയ സ്ട്രക്ചർ. ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് 2 വേരിയബിൾസ് നമ്മൾ കൊടുക്കുകയാണ്. D1 D2 എന്നുള്ള 2 വേരിയബിൾസ് നമ്മൾ അസൈൻ ചെയ്ത് കൊടുത്തു, ഡിക്ലെയർ ചെയ്യാവുന്നതോടെ. അപ്പോൾ അതാണ് സ്ട്രക്ചർ ഡേറ്റ് D1, D2 സെമിക്കോളൻ. ഈ ഫോമാറ്റിൽ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു ഫോമാറ്റാണ് ജസ്റ്റ് സ്ട്രക്ചർ നെയിം കൊടുക്കുക, സ്പേസ് വേരിയബിൾസിനെ കൊടുക്കുക. അതാണ് രണ്ടാമത്തെ ഫോമാറ്റ് വന്നിരിക്കുന്നത്. സ്ട്രക്ചർ നെയിം സ്പേസ് വേരിയബിൾ 1, വേരിയബിൾ 2, എക്സെട്ര വേരിയബിൾ എൻ സെമിക്കോളൻ. അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ താഴെ കാണിച്ചിരിക്കുന്നത്. ഡേറ്റ് സ്പേസ് D1, D2 രണ്ടും തരത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ഒരു തരത്തിലുള്ളതാണ് നമുക്ക് എന്ത് ചെയ്യാണ്, സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നില്ലേ അതിൻ്റെ കൂടെ തന്നെ ഈ വേരിയബിൾസ് കൊടുക്കുക എന്നുള്ളത്. ഓക്കെ, അതിൻ്റെ എക്സാമ്പിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ ഡേറ്റ് എന്നുള്ള സ്ട്രക്ചർ നേരത്തെ കണ്ട സ്ട്രക്ചറാണ്. സ്ട്രക്റ്റ് ഡേറ്റ് സെമി ഓപ്പൺ ബ്രാക്കറ്റ് ഇൻറ്റ് ഡേ, ഇൻറ്റ് മന്ത്, ഇൻറ്റ് ഇയർ. ദെൻ നമ്മൾ ആ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ലേ, ക്ലോസ് ചെയ്തതിൻ്റെ അതേ ലൈനിൽ തന്നെ നമുക്ക് വേണ്ട വേരിയബിൾസിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. D1, D2 സെമിക്കോളൻ. അങ്ങനെ 3 ടൈപ്പിൽ നമുക്ക് സ്ട്രക്ചർ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യാൻ പറ്റും. ഒന്ന് സ്ട്രക്ചർ നെയിം വേരിയബിൾ കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചർ നെയിം മാത്രം കൊടുത്ത് വേരിയബിൾസ് കൊടുക്കുക, അല്ലെങ്കിൽ സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുന്നതിൻ്റെ എൻഡിൽ ക്ലോസിങ് ബ്രാക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ 2 വേരിയബിൾസ് വേണമെങ്കിൽ എഴുതി കൊടുക്കാം. അങ്ങനെ 3 ടൈപ്പിൽ നമുക്ക്
വേരിയബിൾ ഡിക്ലറേഷൻ പോസിബിളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു മെമ്മറി അലോക്കേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിതിന് സ്ട്രക്ചർ ഡാറ്റ ടൈപ്പിൻ്റെ സൈസ് എന്ന് പറയുന്നത് സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനെ ബേസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. സ്ട്രക്ചറിൻ്റെ ഡെഫിനിഷനിൽ എന്തൊക്കെ ഡാറ്റ ടൈപ്പാണ് ഇരിക്കുന്നത്, ആ ഡാറ്റ ടൈപ്പിൻ്റെയൊക്കെ സൈസ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, സൈസ് ഓഫ് സ്ട്രക്ചർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ ഡാറ്റ ടൈപ്പിന് എത്രയൊക്കെ സൈസാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻ്റാണെങ്കിൽ 4 ബൈറ്റ്, ക്യാരക്ടറാണെങ്കിൽ 1 ബൈറ്റ്, അങ്ങനെ എല്ലാ ഡാറ്റ ടൈപ്പിനും നമ്മൾ ഇന്ന ബൈറ്റ്സ് ഉണ്ടെന്നുള്ളത് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വെച്ച് നമുക്ക് സ്ട്രക്ചറിനകത്ത് ഏതൊക്കെ ടൈപ്പുകളുണ്ടോ ആ ടൈപ്പിൻ്റെ സൈസ് നോക്കുക, അതെല്ലാം കൂടി ആഡ് ചെയ്യും. അപ്പോൾ നമ്മൾ നേരത്തെ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചർ എഴുതി അല്ലേ. അപ്പോൾ ഡേറ്റ് എന്ന് പറയുന്ന സ്ട്രക്ചറിന് നമുക്ക് ഡേ ഉണ്ടായിരുന്നു, മന്ത് ഉണ്ടായിരുന്നു, ഇയർ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഏത് ടൈപ്പായിരുന്നു, ഇൻറ്റ് ഡാറ്റ ടൈപ്പായിട്ടാണ് നമ്മൾ ഡിക്ലെയർ ചെയ്തത്. അപ്പോൾ ഇൻറ്റിന് നമുക്ക് എത്ര ബൈറ്റാണ് വരുന്നത്, GCC പ്രകാരം നമുക്ക് 4 ബൈറ്റാണ് നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അപ്പോൾ 3 ഇൻറ്റ് വേരിയബിൾ 4 4 4, അപ്പോൾ 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടി, 12 ബൈറ്റ്സ് കിട്ടി. അപ്പം അങ്ങനെ എന്തൊക്കെയാണോ നമ്മൾ ഡെഫിനിഷനിൽ കൊടുത്തിരിക്കുന്ന എലമെൻറ്റ്സ്, ആ എലമെൻറ്റ്സിൻ്റെ ടൈപ്പ് നോക്കിയിട്ടാണ് നമ്മുടെ സ്ട്രക്ചറിൻ്റെ സൈസ് നമ്മൾ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കൊന്ന് സ്ട്രക്ചർ 2-3 സ്ട്രക്ചർ നമുക്ക് ചെയ്ത് നോക്കാം. Write a C++ code to define a structure mark contain student name, roll number, mark 1, mark 2, mark 3 and total, and also declare 2 structure variables S1 and S2. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് വന്ന് കാണാറുണ്ട്. ഒരു സ്ട്രക്ചർ തന്നിട്ടുണ്ടായിരിക്കും, അതിൻ്റെ പേര് തന്നിട്ടുണ്ടായിരിക്കും, അതിനകത്ത് ഇന്ന കാര്യങ്ങൾ വേണമെന്ന് പറയും. ദെൻ 2 സ്ട്രക്ചർ വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്ട്രക്ചർ ഡിഫൈൻ ചെയ്യുക, അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന കീവേഡ് എന്താണ്, സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡാണ് അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്ട്രക്റ്റ് പേരെന്താണ്, മാർക്സ് അല്ലേ, പേരോട് തന്നിട്ടുണ്ട്, മാർക്സ് എന്ന് പറഞ്ഞ പേര് തന്നിട്ടുണ്ട്, സ്പേസ് മാർക്സ്. ഇനി എന്ത് ചെയ്യുക, നെക്സ്റ്റ് ലൈനിൽ ഓപ്പൺ ബ്രാക്കറ്റ് ഇട്ട് കൊടുക്കുക. അതിനകത്ത് എന്തൊക്കെ വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്, നെയിം, റോൾ നമ്പർ, മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 ടോട്ടൽ. റോൾ നമ്പർ ഇൻറ്റിജറാണ്, ഇൻറ്റ് സ്പേസ് റോൾ നമ്പർ സെമിക്കോളൻ. നെയിം ക്യാരക്ടറാണ്, കാർ നെയിം ഓഫ് 20 സെമിക്കോളൻ. ഇനി മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3 എന്ന് പറയുന്നത് നമുക്ക് ഇൻറ്റിജർ ആരാം അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിന്റ് വരുന്ന ഇതാണെങ്കിൽ ഫ്ലോട്ട് ആയിട്ട് നമുക്ക് കൊടുക്കാം. പിന്നെ ഇവിടെ ഫ്ലോട്ട് എടുത്തിരിക്കുന്നത് ഫ്ലോട്ട് സ്പേസ് മാർക്ക് 1 സെമിക്കോളൻ, ഫ്ലോട്ട് സ്പേസ് മാർക്ക് 2 സെമിക്കോളൻ, ഫ്ലോട്ട് സ്പേസ് മാർക്ക് 3 സെമിക്കോളൻ. ദെൻ ടോട്ടലും എന്തായിട്ട് കൊടുത്തിരിക്കുകയാണ്, ഫ്ലോട്ടായിട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്ക് 2 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി S1 S2 എന്നുള്ള 2 വേരിയബിൾ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് നേരത്തെ നല്ല ഏതെങ്കിലും 3 ഫോമാറ്റ് യൂസ് ചെയ്യാം. അതായത് സ്ട്രക്റ്റ് മാർക്സ് S1, S2 എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ മാർക്സ് സ്പേസ് S1, S2 സെമിക്കോളൻ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഞാൻ അവിടെ ചെയ്തിട്ടുള്ള പോലെ തന്നെ ക്ലോസിംഗ് ബ്രാക്കറ്റ് കഴിഞ്ഞ് S1, S2 സെമിക്കോളൻ ഇട്ട് കൊടുക്കാം. ഞാൻ ആ 3ാമത്തെ മെത്തേഡാണ് ഇവിടെ ഫോളോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് മെത്തേഡ് വേണമെങ്കിലും ഫോളോ ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. റൈറ്റ് എ C++ കോഡ് ടു ഡിഫൈൻ എ സ്ട്രക്ചർ എംപ്ലോയി വിച്ച് കണ്ടെയ്ൻസ് എംപ്ലോയി കോഡ്, എംപ്ലോയി നെയിം, സാലറി ആൻഡ് ഡെസിഗ്നേഷൻ. അപ്പോൾ ഒന്ന് ക്ലിയർ ആണ്. നമുക്ക് വേണ്ട കീവേഡ് എന്താണ്, സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡാണ് നമുക്ക് വേണ്ടത്. നമ്മൾ സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡ് എടുത്തു, എംപ്ലോയി നമുക്ക് തന്നിട്ടുള്ള നെയിമാണ്, സ്ട്രക്ചറിന് തന്നിട്ടുള്ള നെയിം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള നെയിം കൊടുക്കാം. എംപ്ലോയി എന്നുള്ള നെയിം കൊടുത്തു. പിന്നെ അതിനകത്ത് എന്താ വേണ്ടത്, എംപ്ലോയി കോഡ് ഇൻറ്റിജറായിട്ടാണ് എടുത്തിരിക്കുന്നത്. ദെൻ എംപ്ലോയി നെയിം ക്യാരക്ടറാണ്, കാർ എംപ്ലോയി നെയിം. ദെൻ ഡെസിഗ്നേഷൻ ക്യാരക്ടർ ടൈപ്പാണ്, അത് ഡിക്ലെയർ ചെയ്ത് കൊടുത്തു. സാലറി ഫ്ലോട്ടായിട്ട് കൊടുത്തു. ദെൻ അത് ക്ലോസ് ചെയ്തു, സെമിക്കോളൻ. ഇപ്പോൾ എങ്ങനെയാണ് സ്ട്രക്ചർ എഴുതാനുള്ളത് ക്ലിയർ ആയിട്ടുണ്ടായിരിക്കും. യൂസിങ് സ്ട്രക്റ്റ് എന്ന് പറയുന്ന കീവേഡാണ്. ദെൻ സ്പേസ് ഇട്ട് കൊടുക്കുക, സ്ട്രക്ചറിന് നമ്മൾ കൊടുക്കുന്ന നെയിം എന്താണ് ആ നെയിം കൊടുക്കുക, ഓപ്പൺ ബ്രാക്കറ്റ്, അതിനുള്ളിൽ എന്ത് എലമെൻറ്റ്സ് എന്താണോ വരുന്നത് അതിൻ്റെ ഡാറ്റ ടൈപ്പ് എടുക്കുക. നമ്മൾ വേരിയബിൾ ഡിക്ലറേഷൻ്റെ അതേ ഫോമാറ്റ്, ഡാറ്റ ടൈപ്പ് സ്പേസ് വേരിയബിൾ നെയിം സെമിക്കോളൻ. ആ ഫോമിൽ എല്ലാ എലമെൻറ്റ്സും കൊടുക്കുക. ഓപ്പൺ ചെയ്ത ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക.
ക്ലോസ് ചെയ്തതിന് ശേഷം സ്ട്രക്ചർ വേരിയബിൾസ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ കൊടുക്കുക, കോമേറ്റ് കൊടുക്കുക, ലാസ്റ്റ് സെമിക്കോൾ, അല്ലെങ്കിൽ ജസ്റ്റ് സെമിക്കോൾ ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ അങ്ങനെയാണ് ഒരു സ്ട്രക്ചർ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഇതൊരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് C++ കോഡ് ടു ഡിഫൈൻ സ്ട്രക്ചർ ടൈം വിച്ച് കണ്ടെയ്ൻസ് അവേഴ്സ്, മിനിറ്റ്സ് ആൻഡ് സെക്കൻഡ്സ്. അത് നിങ്ങൾ തന്നെ എഴുതി നോക്കുക, ഞാനൊരു ആൻസർ തരുന്നില്ല. വേറെ ഒന്നുമില്ല, സ്ട്രക്റ്റ് കീവേഡ് സ്പേസ് ടൈം, ഓപ്പൺ ബ്രാക്കറ്റ് ഇടുക, അവേഴ്സ്, മിനിറ്റ്സ്, അതുപോലെ സെക്കൻഡ്സിന് ഡയറക്റ്റ് ടൈപ്പ് ഇൻറ്റ് ആയിട്ട് കൊടുക്കുക, ഇൻറ്റ് സ്പേസ് അവേഴ്സ്, ഇൻറ്റ് സ്പേസ് മിനിറ്റ്സ്, ഇൻറ്റ് സ്പേസ് സെക്കൻഡ്സ്, എല്ലാത്തിനും എന്തെങ്കിലും സെമിക്കോൾ ഇട്ട് കൊടുക്കണം. ദെൻ ക്ലോസിംഗ് ബ്രാക്കറ്റ് സെമിക്കോൾ. ഈ ഫോമാറ്റിൽ നിങ്ങളൊന്ന് എഴുതി നോക്കുക. മുന്നത്തെ എക്സാമ്പിൾസ് നോക്കിയിട്ട് ഒന്ന് എഴുതി നോക്കുക. നിങ്ങൾക്ക് ഡൗട്ട്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. അതുപോലെ ടെക്സ്റ്റിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.